റഹ്മാൻ്റെ ഒരു കേസിൽ ഒരു രസകരമായ സംഭവം ഉള്ളത് 2002 കന്നത്തിൽ മുത്തപ്പെട്ടാൽ സിനിമയിൽ ഒരു ദൈവം തന്ന പൂവയുടെ റെക്കോർഡിങ് രാത്രി 12 മണിക്ക് ചെല്ലാൻ പറയുന്നു. അങ്ങനെയാണ് അത് റെക്കോർഡിങ് രീതി. 12 മണിക്ക് മകൻ ദിനനാഥനെ കൂട്ടി ചെല്ലുന്നു, പാട്ടെടുക്കുന്നു. ഒരു 3 മണി വരെ അപ്പോൾ പാട്ട് തീർന്നു. അപ്പോൾ പറഞ്ഞു, സാർ ഒരു 6 വരി ഹിന്ദിയുണ്ട്, അതോടെ പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നടക്കില്ല, രക്ഷയില്ല, എനിക്ക് ഹിന്ദിയൊന്നും വല്ല, എനിക്ക് ഉറക്കം വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചു. അപ്പോൾ പിന്നെ ദിനു ഒരു AR റഹ്മാൻ്റെ ആരാധകനാണ്. അച്ഛാ എങ്ങനെയെങ്കിലും പാടണം, റഹ്മാൻ സാറല്ലേ പറഞ്ഞു പറഞ്ഞു. അവസാനം ആ വരി പാടിക്കൊടുത്തു. ഒരു 2008 ഒരു ദിവസം എന്നെ വിളിക്കുന്നു മാഷ്, ഈ റഹ്മാൻ്റെ വയലിസ്റ്റ് രാമേന്ദ്രനെ വിളിച്ചിരുന്നു, ഞാൻ പാടി ഹിന്ദി പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെ ഹിന്ദി പാട്ട് പാടി? അപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ വെച്ചാൽ 2002 മാഷ് 6 വരി പാടിയില്ലേ, അപ്പോൾ ആ പാട്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ആ 6 വരിയും അൽക്കാ യാഗ്നികളുണ്ട് ബാക്കി ഒരു 6 വരിയും ചേർത്തിട്ട് ഒരു ഡ്യുവറ്റാക്കി അദാ എന്ന ഹിന്ദി ഫിലിമിലുണ്ട്. ഇതാണ് പാട്ട്. മുജേ മിലോ അൽക്കാ യാഗ്നിക്കും അദ്ദേഹം കൂടി. എന്തൊരു പാട്ട്. പിന്നെ വേറൊരു 10-14 ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഡബ്ബിംഗ് പടങ്ങളാണ്, അല്ലാതെ ഒറിജിനൽ സോങ്സ് അല്ല. പക്ഷേ തെലുങ്കിലും കന്നഡയിലും 80-81 കാലത്ത് ഒരുപാട് പാട്ടുകൾ പാടി തുടങ്ങി. രമേശ് നായിഡു, രംഗറാവു തുടങ്ങിയുള്ള സംഗീത സംവിധായകർ. ബി വി കാരന്തിൻ്റെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ഒരു പടമുണ്ട്, ഫണിയമ്മ എന്ന് പറഞ്ഞിട്ട്. ആ ഫണിയമ്മയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ബി വി കാരന്തിൻ്റെ ഭാര്യ പ്രേമ കാരന്ത്. ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബി വി കാരന്താണ്. അപ്പം ബി വി കാരന്തിൻ്റെ സംഗീതത്തിൽ ഏനിന്നെ തായി എന്ന് പറഞ്ഞുകൊണ്ട് ആകെ 2 പാട്ടേ ഉള്ളൂ. ഒന്ന് ജാനകിയമ്മയും ഒന്ന് ജയചന്ദ്രൻ മാഷ്. വീണ്ടും പി ജയേന്ദ്രൻ എന്ന അനശ്വര ഗായകനെ ഓർക്കുന്നു, സംഗീത സംവിധായകൻ അൽഫോൻസ്. ജയേട്ടനെ പറ്റി പറയുമ്പോൾ ജയേട്ടൻ ഒരു പാട്ടുകാരൻ എന്നുള്ള ആ ഒരു നില മാത്രമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് വെള്ളിത്തിരയിൽ എൻ്റെ പാട്ടുകൾ കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഇളയപ്പനുണ്ട്. എന്നെ മ്യൂസിക്കലി വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് എന്നെ ഗൈഡ് ചെയ്തത് എൻ്റെ ഇളയപ്പനായിരുന്നു, KK പോൾ എന്ന് പറയും. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അവസാനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ വെള്ളിത്തിരയിലെ കമ്പോസിഷനും ഓർക്കസ്ട്രേഷൻ ഇതുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ജയേട്ടനാണ് ഒരു പാട്ട് പാടുന്നതെന്ന് ഞാൻ ഇളയപ്പന് പാട്ടെല്ലാം കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ പാട്ട് ജയേട്ടനാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇളയപ്പന് ഒത്തിരി സന്തോഷമായി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് എനിക്കൊരു ലെറ്റർ തരാം, അത് കൊണ്ടുപോയി നീ ജയേട്ടന് കൊടുക്കണം. അങ്ങനെ ആ ലെറ്ററിൽ ഇളയപ്പൻ ഇങ്ങനെ എഴുതി, എൻ്റെ സ്വന്തം മോനാണ്, വളരെയധികം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ജയേട്ടൻ ആ ഒരു കരുതലും സ്നേഹവും തുടർന്ന് അതിനുശേഷം ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് വെള്ളിത്തിരയിൽ നീ മണിമുകിലാടുകൾ എന്നുള്ള പാട്ട് പാടി കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൻസ് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, ഒരു സർപ്രൈസ് ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനുണ്ടായിരുന്നു, എൻ്റെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഞങ്ങൾ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദേവരാജ മാസ്റ്റർ വീടായിരുന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ ദേവരാജ മാസ്റ്ററുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്ന കാര്യം, ദേവരാജ മാസ്റ്റർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പം ജയേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആകാം, ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ കുമ്പിട്ട് നമസ്കരിച്ചു. കുറേ സമയം മ്യൂസിക്കിനെ കുറിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതൊരു എൻ്റെ മ്യൂസിക് കരിയറിൽ ഒരു വലിയൊരു തുടക്കം, ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു തുടക്കമായിട്ട് എനിക്കത് നടത്തി തന്നത് ചേട്ടനായിരുന്നു. പല കാര്യങ്ങൾ നമ്മൾ വിട്ടു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ മൂല്യം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ചേട്ടൻ്റെ ആ സ്വരം തീർച്ചയായും ഒരു നഷ്ടം തന്നെയാണ്. ഓർമ്മകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം.